പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 14 തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാണ്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞല്ലേ എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാമോ? കർത്താവ് 12:50, ലൂക്ക 12:50 പറയണത്. ഒന്ന് വായിച്ചേ. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, എനിക്ക് സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പം അതായത് ഈശോ തീഷ്ണമായി ആഗ്രഹിക്കണം. അപ്പം എന്താ ഈ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് സ്വീകരിക്കാതിരുന്ന പീഡാസഹനങ്ങളെയാണ് ഇത് പറയണത്. സ്വീകാര്യ ലേഖനം ഇല്ലേ, റോമ 6:3 എടുത്തേ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഓരോ സഹനവും കർത്താവിൻ്റെ മരണത്തോടുള്ള നമ്മുടെ ഐക്യദാർഢ്യമാണ്. അത് ബൈബിള് മുന്നോട്ട് വെക്കുന്ന വല്ലാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്വർഗീയ വെളിപാടാണത്. അതായത് ഇപ്പം ജ്ഞാനസ്നാനം തന്നെയാണെങ്കിൽ, ജ്ഞാനസ്നാനം കത്തോലിക്ക സഭയുടെ പഴയ ബേസിക് കാറ്റഗിസത്തിലെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചത്, കുഞ്ഞായിരുന്ന പഠിച്ചതാണ്. ഇപ്പോഴത് മറന്നുപോയിട്ടൊന്നുമില്ല. അതായത് ജ്ഞാനസ്നാനം കർമ്മദോഷമുണ്ടെങ്കിൽ അതും ഉത്ഭവദോഷവും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമായി തീർക്കാനുള്ള കൂദാശയാണെന്നാണ്. അപ്പം ജ്ഞാനസ്നാനം അത് വരുമ്പോഴത്തേക്കും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്. പക്ഷേ പൂർണ്ണ തോതിലുള്ള മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞാൽ അത് കൂദാശയോടെ കൂദാശയിൽ ജീവിക്കുന്ന ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ജീവൻ കൂദാശകളിലൂടെ പകർന്ന് കിട്ടുന്ന സഭയുടെ ആത്മീയ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈ ബാപ്റ്റിസം, കൺഫർമേഷൻ, കമ്മ്യൂണിയനൊക്കെ ഉള്ളത്. പക്ഷേ അല്ലാത്തവർക്ക് എന്താ മാർഗം? ഇപ്പോൾ സഭയുടെ അകത്ത് നിൽക്കാൻ പറ്റണില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിലുള്ള രക്ഷ നേടണം എന്നൊക്കെ അവർ തീവ്രമായി അഭിലഷിച്ചാൽ ബൈബിൾ അവർക്ക് വേറെ ഒരു വിഭവമാണ് വിളമ്പണത്. അതെത്രയാണെന്നറിയാം. പക്ഷെ അതിനകത്ത് ഇതുപോലെ ഈ കമ്മ്യൂണിയനും ഒന്നും വരത്തില്ല. കമ്മ്യൂണിയൻ കൺഫർമേഷൻ, പരിശുദ്ധാത്മാവിലുള്ള അപ്പോസ്തലിക് സ്ഥിരീകരണമാണത് കൺഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിയൻ, കർത്താവിനെ പങ്കുവെച്ച് നമ്മൾ കമ്മ്യൂണിയനായിട്ട് ഈ ദിവ്യകുർബാന ഈശോനെ സ്വീകരിക്കണത്. അപ്പോൾ അതൊരു വഴിയാണ്. പക്ഷെ ആ വഴി ചില സമയത്ത് സാഹചര്യം കൊണ്ട് പറ്റാത്തവർക്ക് എന്ത് ചെയ്യും? അവർക്ക് വേറൊരു വഴി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ബൈബിള് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് പൗലോസിലൂടെയാണ്. പുള്ളിയായിരുന്നു ഇങ്ങനെ വിജാതിയുടെ അപ്പോസ്റ്റൽ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. നമുക്ക് വിജാതി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ അറിയത്തില്ല. ബൈബിളിൻ്റെ ഒരു ടേമാണത്, തർജ്ജമ ചെയ്ത ടേം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുറജാതിക്കാരെന്നാണ് പൊതുവെ ചില ബൈബിൾ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന്, പാരമ്പര്യ വിശ്വാസത്തിന് പുറത്തുള്ളവർ, പാരമ്പര്യ വിശ്വാസത്തിന് പുറത്ത് ജനിച്ചു പോയവർ, അവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൽ എന്തുമാത്രം ആൾക്കാരാണത് അറിഞ്ഞിരിക്കണത്? അവർക്ക് കർത്താവിൻ്റെ വചനം വേറൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതാണെന്നറിയാമോ? അത് എഫേസ്യൻസ് വായെടുത്ത് 1:13-14 രക്ഷയുടെ സദ്വാർത്തയായ അതെ കേട്ടോ, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. മുദ്രിതാണ്, കൺഫേംഡ് ആണെന്നാണ്. അതായത് യേശുവിൽ അവന് വിശ്വസിക്കുന്ന കൊണ്ട് തന്നെ, വിശ്വാസം കൂടെ തന്നെ അവനെടുക്കുന്ന ഒരു ആത്മസ്നാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രീകരണം. നല്ല സൂപ്പർ ഒരു പുതിയ വാതിലാണ് പൗലോസ് ചെയ്യണത്. വായിച്ചത്, അടുത്ത വായിച്ചത്
എഫേസ്യസ് 1:14. എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്ന അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ സ്വാഭാവികമായ സഭാത്മകമായ സാക്ഷ്യ ജീവിതത്തിൻ്റെ പുറത്തും നിത്യരക്ഷയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആഗ്രഹിച്ച് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കണം, മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ക്രിസ്തുവിൻ്റെ ദൈവിക ജീവൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ് ഉള്ളത്. നിൻ്റെ സത്യസന്ധമായിട്ടുള്ള ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? മഹത്വത്തിൻ്റെ സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹനമായിരിക്കും കിട്ടുന്നത്. അതൊരു സഹനത്തിന് ന്യായസ്ഥാനം പോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മൾ കാഴ്ചവെക്കും. കാഴ്ചവെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മഹത്വത്തെക്കുറിച്ച് വായിച്ചു 14 എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. പക്ഷെ പറഞ്ഞ ഇതാണ്, ഏതെങ്കിലും തരത്തിലൊരു സഹനം വന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തി നമ്മുടെ സഹനത്തെ മാറ്റണം. അപ്പം നമ്മൾ അങ്ങനെ മാറ്റിയാൽ നമ്മൾ പരാതിപ്പെടത്തില്ല. നമ്മൾ ഉപയോഗിച്ചവർ ക്ഷമിക്കും. നമ്മൾ ക്രിസ്തീയ ക്ഷമയെന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ജ്ഞാനസ്ഥാനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. സഹനം തരുന്ന ആൾക്കാരെ, അതിലൂടെയാണ് നമുക്ക് നിത്യരക്ഷ നേടിയെടുക്കാൻ കഴിയണത്. അതിമനോഹരമാണ്. അപ്പോൾ ഒന്നിനും വിഷമിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തിട്ട് പരമാവധി, ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പതുക്കെ ഞങ്ങളും ഇപ്പോൾ പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങൾ പോലും വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, എന്ന് നിങ്ങൾ വിജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പൗലോസ് പറയുന്നില്ലേ. അപ്പം അതൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ആത്മാർത്ഥത കണ്ടെത്തിയിട്ട് നമ്മളെ തക്ക സമയം സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.